ഗായ്സ്, നമ്മൾ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിതാ ഗുരുവായൂർ പോവാണ്. ഇപ്പോൾ ഇതാ പുലർച്ചയ്ക്ക് എണീറ്റു, കുളിച്ചു. ഇപ്പോൾ ഇത് കണ്ടോ, പുലർച്ചെ നേരത്താണ്. അപ്പോൾ ഞങ്ങളിതാ ബാഗൊക്കെ ഫുൾ പാക്ക് ചെയ്ത് സെറ്റായി. ഞങ്ങൾ ഇനി ഇറങ്ങണം പുറത്തോട്ട്. എന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകാനാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ താനൂർ ബസ് സ്റ്റാൻഡിലാണുള്ളത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ലൈൻ ബസ്സിന് നമ്മൾ കയറി ഇവിടുന്ന് തിരൂരിക്കുള്ള. അപ്പോൾ ഞങ്ങളിതാ നല്ല മഴയുണ്ട് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ ഞാനും അനിയനും ഇങ്ങനെ ബസ്സിലിരുന്ന് എന്തൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ബസ്സിലിതാ ഇത്രയും പേര് ആരുമില്ല കേട്ടോ ബസ്സിന്. അങ്ങനെ ബസ്സൊക്കെ എടുത്ത് ഞങ്ങളിതാ തിരൂരിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ ഞങ്ങളിതാ തിരൂർ ബസ് സ്റ്റാൻഡിലൊക്കെ എത്തി. നമ്മൾ ഈ കാണുന്ന ബസ്സിലാട്ടോ വന്നിരുന്ന്. ബസ് സ്റ്റാൻഡിലൊക്കെ എത്തി. ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ KSRTC ബസ്സിന് കയറി കേട്ടോ. അങ്ങനെ കയറി ഞങ്ങളിതാ KSRTC ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ഇതാ എത്താനായപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തത്. പൊന്നാനി ഭാഗമൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഉറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാ ഉറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചെറിയ ലേസൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ചെറിയ ലേസൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളിതപ്പോൾ ഗുരുവായൂരെത്തി. അമ്പലത്തിൻ്റെ അവിടോട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത്. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്. എന്ന് വെച്ചാൽ പുലർച്ചെ എണീറ്റിട്ട് നമ്മൾ ബസ്സിലിരുന്ന് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖമൊക്കെ കൂടി ഇങ്ങോട്ട് എന്തോ പോലെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ ഗുരുവായൂർ അമ്പലത്തിലോട്ട് ഇങ്ങനെ പടിഞ്ഞാറേ വാതിലിലൂടെ ഇങ്ങോട്ട് കടന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ബാഗൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഒക്കെ കയറാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി എല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്തത്. ഉള്ളിലോട്ട് നമുക്ക് ഫോണ് കയറ്റാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കുറേ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അതാ കണ്ടോ, കുറേ കുട്ടികൾ ഡാൻസിൻ്റെ കുറേ കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മോഹിനിയാട്ടമായിട്ടും ഭരതനാട്യമായിട്ടും ഒക്കെ അവർ സ്റ്റേജിൽ കയറാനുള്ളവരൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഗണപതീൻ്റെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നേരം ഡാൻസൊക്കെ നിന്ന് കണ്ടു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ പുറത്തോട്ട് പോയത്. അങ്ങനെ നമ്മളിതാ ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഡാൻസൊക്കെ കാണാനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ അവിടെ പൂക്കളം നല്ല അടിപൊളിയായിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പൂക്കളം. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ലൈൻ ബസ്സിൻ്റെ സ്റ്റാൻഡിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചുറ്റോറും നല്ല അടിപൊളി കടകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ രസമുണ്ട്. നല്ല കടകളൊക്കെ അലങ്കരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, എന്ത് രസമാണ് ഓരോ കടകളും ഇങ്ങനെ കാണാൻ. നിറയെ പൂക്കളും കൃഷ്ണൻ്റെ കുറേ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടോ, മഴ കാരണം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബസ് പിന്നെയും കയറി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ പപ്പടവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അനിയൻ്റെ കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ ബസ്സൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ ഇരുന്ന് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ നമ്മളെ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ല കേട്ടോ.